സിഗ്നേച്ചർ ലേണിംഗിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ പുതിയൊരു സീരീസ് തുടങ്ങുവാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് സീരീസ് ആണ്. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ KCB ഇലക്ട്രിസിറ്റി വർക്കറിന്റെ സെയിം സിലബസിൽ ITA ലെവലിൽ സെയിം സിലബസിൽ ചോദിച്ചിട്ടുള്ള പല പല എക്സാംസ് മുമ്പ് നടന്നിട്ടില്ലേ? ഈ എക്സാംസിന്റെ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മൊഡ്യൂൾ വൈസ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരാമെന്നുള്ളതാണ് ഈ സീരീസിന്റെ പ്ലാൻ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒന്നാമത്തെ മൊഡ്യൂൾ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതുകൊണ്ട് പല പല പ്രയോജനങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പല പല ക്വസ്റ്റ്യൻസിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ചില ക്വസ്റ്റ്യൻസ് മിക്കവാറും എല്ലാ പരീക്ഷയിലും കൃത്യമായി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ ആ ക്വസ്റ്റ്യൻ അതുപോലെ ആയിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വളരെ ചെറിയ മാറ്റത്തോടെ ആയിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അത് നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ട്, നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും എത്ര ഡെപ്തിൽ പഠിക്കണമെന്ന് മനസ്സിലാവും. എത്ര ഡെപ്തില് എന്തൊക്കെ പഠിക്കണമെന്ന് മനസ്സിലാവും. കാരണം ക്വസ്റ്റ്യൻ കണ്ടാലല്ലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ, ക്വസ്റ്റ്യന്റെ മോഡൽ കിട്ടിയാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന്. അതുപോലെ തന്നെ നിങ്ങളുടെ പഠിത്തം എന്താണ്, എന്തൊക്കെ പഠിക്കണം എന്തൊക്കെ പഠിക്കരുത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വളരെ കൃത്യമായൊരു ധാരണ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോ ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം ഒരു വ്യക്തമായ ഐഡിയ കിട്ടണമെങ്കിൽ, നിങ്ങളുടെ പ്രിപ്പറേഷൻ വളരെ ശരിയായ റൂട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് അത്രമേൽ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോ ഞാൻ അതിന്റെ ഇമ്പോർട്ടൻസ് ലിസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ. യെസ്, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ റെസിസ്റ്റൻസ് ഓഫ് കോപ്പർ വയർ ടു ദി ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ഇറ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഫാക്ടർ ആണ് കോപ്പർ വയറിന്റെ റെസിസ്റ്റൻസുമായിട്ട് എന്താണ് കറക്റ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോഴേ ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ മുമ്പും ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അതിന്റെ ആൻസറും പറഞ്ഞ് അങ്ങ് പോവുകയല്ല ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നും പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ് നിങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ നിങ്ങൾക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ്. ഞാനൊരു ക്വസ്റ്റ്യൻ പറയുമ്പോഴത്തേക്കും ആ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ആ ഓപ്ഷൻസുമായിട്ട് ഇനി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും, ഇനി ആ ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ഏരിയയിൽ നിന്ന് വേറെ ഏതൊക്കെ തരത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടണം. അങ്ങനെ അതുമായി ഇനി വരാൻ സാധ്യതയുള്ള കാര്യങ്ങളും ഏത് രീതിയിലും ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലും ഫുൾ ഒന്ന് കവർ ചെയ്തായിരിക്കും പോകുന്നത് കേട്ടോ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ ക്ലാസ് ഒരല്പം നീണ്ടു പോകും. നിങ്ങൾ ക്ഷമയോടെ കണ്ട് പഠിക്കുക. കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഈ പ്രീവിയസ്ലി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് വെച്ചാൽ ആ ഏരിയയിൽ നിന്നും ഇനിയും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ ആ ഏരിയയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ അതിന്റെ പ്രയോജനം നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ദ റെസിസ്റ്റൻസ് ഓഫ് കോപ്പർ വയർ ടു ദി ഫ്ലോ ഓഫ് കറണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ. ഇതിൽ താഴെ തന്നിരിക്കുന്നത് കോപ്പർ വയറിന്റെ റെസിസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതെന്നുള്ളതാണ്. ഇൻക്രീസസ് as the diameter of the wire increases. ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നോക്ക്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് റെസിസ്റ്റൻസ് വയറിന്റെ ഡയമീറ്റർ കൂടുമ്പം കൂടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട രീതി ഇതാണ്. ഇവിടെ റെസിസ്റ്റൻസും വയറിന്റെ ഡയമീറ്ററും തമ്മിലല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്, റെസിസ്റ്റൻസും ഡയമീറ്ററും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഇക്വേഷൻ ഉണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത്. ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസ്, ലെങ്ത്, ഏരിയ എല്ലാം കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. R = റോ L ബൈ എ. ഇതാണ് ഇക്വേഷൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഫസ്റ്റ് മൊഡ്യൂളിൽ ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നും ഈ ഇക്വേഷൻ നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിലും പഠിക്കാനുണ്ട്. ഈ ഒരു ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലും സെക്കൻഡ് മൊഡ്യൂളിലും ഒരുപോലെ ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്ന ഇക്വേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഇക്വേഷൻ ബേസ് ചെയ്ത് ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോ നമുക്ക് മൊത്തം KCB ഇലക്ട്രിസിറ്റി വർക്കറിന്റെ സിലബസ് മൊത്തം നോക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണിത്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഈ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ആൻസർ ചെയ്യാൻ കാപ്പബിൾ ആയിരിക്കണം. ഏറ്റവും കൂടുതൽ നിങ്ങൾ KCB ഇലക്ട്രിസിറ്റി വർക്കറിന് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഫസ്റ്റ് ടോപ്പിക് ഏതെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും R = റോ L ബൈ എയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് പറയും. ഓക്കെ അല്ലേ? സോ വ്യക്തമായ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടാവണം. സോ ഏതൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചധികം സമയം എടുത്തിട്ടായിരിക്കും ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുക. കാരണം അത്രമേൽ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ കാണാൻ പറ്റും, ഈ
ഇക്വേഷൻ ബേസ് ചെയ്ത് എന്തോരം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഇക്വേഷൻ എന്താ പറയുന്നത്? ആർ എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ആണ്, റോ എന്ന് വെച്ചാൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ്, അഥവാ റെസിസ്റ്റിവിറ്റി എന്ന് പറയും. രണ്ട് വാക്ക് ഓർത്തിരിക്കണേ, റെസിസ്റ്റിവിറ്റിയും സ്പെസിഫിക് റെസിസ്റ്റൻസും. പലർക്കും സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നുള്ള വാക്ക് മാത്രമേ അറിയായിരിക്കുള്ളൂ. അങ്ങനെയുള്ളവർ റെസിസ്റ്റിവിറ്റി എന്ന് കേൾക്കുമ്പോൾ എന്താണ് സാധനം എന്ന് ചിന്തിച്ചു പോകും. രണ്ടും ഒന്നാണ്. പിന്നെ ലെങ്ത് എന്ന് വെച്ചാൽ കണ്ടക്ടറിന്റെ ലെങ്ത് ആണ്. ഏരിയ എന്ന് പറയുമ്പോൾ കണ്ടക്ടറിന്റെ ഏരിയ ക്രോസ് സെക്ഷൻ ആണ്. ഇതൊരു കണ്ടക്ടർ ആണെന്ന് വെച്ചാൽ ഇതൊരു കണ്ടക്ടർ ആണ്. ഈ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഒന്ന് കണ്ടക്ടറിന്റെ ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കൂടും. രണ്ട് കണ്ടക്ടറിന്റെ ഏരിയ ക്രോസ് സെക്ഷൻ കൂടുമ്പോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഏരിയ. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഏരിയയുടെ ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. പൈ ആർ സ്ക്വയർ ആണ്. ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിലാണ് പൈ ആർ സ്ക്വയർ. മോസ്റ്റ് ഓഫ് ദി കണ്ടക്ടേഴ്സ് നമ്മൾ പൈ ആർ സ്ക്വയറിൽ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ആർ ഇസ് ഈക്വൽ ടു എന്ത് വരും? ആർ പ്രൊപ്പോർഷണൽ ടു 1/πr സ്ക്വയർ എന്ന് വരും. അഥവാ പൈ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് വിട്ടിട്ട് ആർ പ്രൊപ്പോർഷണൽ ടു 1/r സ്ക്വയർ എന്ന് വരും. ആൻഡ് ഞാനൊരു കാര്യം പറയട്ടെ, റെസിസ്റ്റൻസും റേഡിയസിന്റെ സ്ക്വയറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് വെച്ചാൽ റെസിസ്റ്റൻസും ഡയമീറ്ററിന്റെ സ്ക്വയറും അതുപോലെ തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ അല്ലേ? അതിന്റെ കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ റേഡിയസ് സ്ക്വയർ എന്ന് എഴുതിയില്ലേ? റേഡിയസ് എന്ന് വെച്ചാൽ എന്താണ്? ഡയമീറ്ററിന്റെ പകുതിയല്ലേ? വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? പിന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം, റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു 1/d²/4 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു 4 കോൺസ്റ്റന്റ് ആണ്, വിട്ടേക്ക് 1/d². അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, റെസിസ്റ്റൻസും ഡയമീറ്ററിന്റെ സ്ക്വയറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്താ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് വെച്ചാല് ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും. അപ്പൊ ഇതിൽ നിന്ന് ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഡയമീറ്റർ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. ഒന്നുകൂടെ, ഡയമീറ്റർ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. അതാണോ ഫസ്റ്റ് സെന്റൻസിൽ എഴുതിയിരിക്കുന്നത്? നോക്ക് നിങ്ങൾ. റെസിസ്റ്റൻസ് ഇൻക്രീസസ് ദി ഡയമീറ്റർ ഓഫ് ദി വയർ ഇൻക്രീസസ്. അല്ല, ഡയമീറ്റർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുവാണ് ചെയ്യുന്നത്. തെറ്റാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ അല്ലേ? യെസ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഡിക്രീസസ് ദി ഡയമീറ്റർ ഓഫ് ദി വയർ ഇൻക്രീസസ്. കറക്റ്റ് ആണ്. ഡയമീറ്റർ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും, കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. യെസ്. അടുത്ത സി എന്താണ്? ഇൻക്രീസസ് as the length of the wire increases. ശരിയാണല്ലോ, ഇതും ശരിയാണല്ലോ. നോക്ക്, റെസിസ്റ്റൻസും ലെങ്തും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. റെസിസ്റ്റൻസും ലെങ്തും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ റെസിസ്റ്റൻസ് ഇൻക്രീസസ് as the length of the wire increases. ഇതും ശരിയാണ്. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ PSC യുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഞാൻ ഒരു മാറ്റവും വരുത്താതെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ക്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. PSC യുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വേറെ ഒരു മാറ്റവും വരുത്താതെ ഞാൻ ക്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടതാണ് ഈ ഒരു ഓപ്ഷൻ തെറ്റായിരുന്നിട്ടും അതുപോലെ തന്നെ ഇട്ടിരിക്കുന്നത്. PSC യുടെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോ PSC അന്ന് ഈ ക്വസ്റ്റ്യൻ വന്നപ്പോഴത്തേക്കും അതിലെന്താണ്, ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം രണ്ട് ഓപ്ഷൻ കറക്റ്റ് ആണ്. രണ്ട് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. യെസ്. അടുത്തെന്താണ്? ഡിക്രീസസ് ദി ലെങ്ത് ഓഫ് ദി വയർ ഇൻക്രീസസ്. തെറ്റാണ്. അപ്പൊ ഇതിലെ രണ്ട് ഓപ്ഷൻ കറക്റ്റ് ആയിരുന്നേ, ബിയും സിയും കറക്റ്റ് ആണ്. പക്ഷെ നമുക്ക് PSC ഒരു ഓപ്ഷനെ കറപ്പിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇത് ക്വസ്റ്റ്യനിലുള്ള മിസ്റ്റേക്ക് ആണ്. ക്വസ്റ്റ്യനിലുള്ള മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ രണ്ട് ഓപ്ഷൻ റൈറ്റ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ ഇതിലൊരു മാറ്റവും വരുത്തില്ല. PSC ക്വസ്റ്റ്യനിൽ അതുപോലെ ഞാൻ ക്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽസ് പോസസ് ലീസ്റ്റ് റെസിസ്റ്റിവിറ്റി? തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റിവിറ്റി ഉള്ളത് ഏതിനാണ് എന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ക്ലാസ്സിൽ ഇത് തന്നിട്ടുണ്ട്, ഒരു ടേബിൾ ആയിട്ട് തന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ സ്ലൈഡ് ആണ് ഇത്. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ കുറച്ച് മെറ്റീരിയലും അതിന്റെ റെസിസ്റ്റൻസ് ലെവൽ ഞാൻ തന്നിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ലീസ്റ്റ് റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റി ഉള്ളത് ആർക്കാണ്? സിൽവറിനാണ്. അത് കഴിഞ്ഞ് കോപ്പർ ആണ്. പിന്നെ ഹൈയസ്റ്റ് റെസിസ്റ്റിവിറ്റി ഉള്ളതാണ് നിക്രോമിനാണ്. അന്ന് നിങ്ങളെ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴത്തേക്കും സ്റ്റാർ ചെയ്ത് തന്നതായിരുന്നു അല്ലെ, നിക്രോം അത്രയധികം ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. നിക്രോം, സിൽവർ, കോപ്പർ ഇതൊക്കെ അത്രയധികം ചോദിക്കുന്നതാണ്, ശ്രദ്ധിച്ചോണേ. അപ്പൊ ലോവസ്റ്റ് റെസിസ്റ്റൻസ് എന്താണ്? സിൽവറിനാണ്. ഓക്കെ, ലീസ്റ്റ് റെസിസ്റ്റിവിറ്റി ഫോർ സിൽവർ. ഇനി ദി കണ്ടക്ടിവിറ്റി ഓഫ് ഇൻസുലേറ്റേഴ്സ്. ഏറ്റവും കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒരു മെറ്റീരിയലിനെ കറണ്ട് കടത്തിവിടാനുള്ള കഴിവാണ്. കണ്ടക്ടിവിറ്റി കൂടുതൽ എന്ന് വെച്ചാൽ കറണ്ട് കടത്തിവിടാനുള്ള കഴിവ് അത്രത്തോളം കൂടുതലാണ്. ആർക്കാ നന്നായിട്ട് കറണ്ട് കടത്തിവിടാൻ പറ്റുക? മെറ്റൽസിനാണ്, കണ്ടക്ടേഴ്സിനാണ്.
അതേസമയം ഇൻസുലേറ്റേഴ്സ് എന്ന് വെച്ചാൽ വളരെ കഷ്ടപ്പാടാണ് കറണ്ട് കടത്തിവിടാൻ. കറണ്ട് കടത്തി വിടത്തില്ല ഇൻസുലേറ്റേഴ്സ്. എന്ന് വെച്ചാൽ ഇൻസുലേറ്റേഴ്സിന്റെ കണ്ടക്ടിവിറ്റി എന്താണ്? വളരെ കുറവാണ്. ഇൻസുലേറ്റേഴ്സിന്റെ കണ്ടക്ടിവിറ്റി വളരെ കുറവാണ്. കണ്ടക്ടിവിറ്റി ഓഫ് ഇൻസുലേറ്റേഴ്സ് വെരി ലോ ആണ്. അടുത്ത് ദ കർവ് റെപ്രസെന്റിങ് ഓംസ് ലോ. ഓംസ് ലോയുടെ കർവ് എന്ത് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇത് ഞാൻ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ജനറൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്, ബി എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. എയും ബിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എങ്കിൽ അതിന്റെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. എ ബി അതിന്റെ ഗ്രാഫ് വരുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഈ സ്ട്രെയിറ്റ് ലൈനിന് പറയുന്ന പേരാണ് ലീനിയർ. ഞാനിത് പറഞ്ഞു തരുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഓംസ് ലോയ്ക്ക് വേണ്ടി മാത്രമല്ല ഇത് പഠിച്ചു വെക്കേണ്ടത്, നമുക്ക് ഏത് കാര്യം ചോദിച്ചാലും ഇത് പറയാൻ പറ്റും. അതുകൊണ്ടാണ്. ഇനി അതുപോലെ എയും ബിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് വെച്ചോ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ 1/b അങ്ങനെയാണ് എങ്കിൽ അതിന്റെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയായിരിക്കും. എ ബി അതിന്റെ ഗ്രാഫ് റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയുന്നത് ഇങ്ങനെ വരയ്ക്കുന്നതിന് റെക്ടാങ്കുലർ ഹൈപ്പർബോള ഇതായിരിക്കും ഷേപ്പ്. അറിഞ്ഞിരിക്കണേ. ഇതിപ്പോ ഓംസ് ലോ അല്ല, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി പറ, ഓംസ് ലോ ഏതായിരിക്കും റെപ്രസെന്റ് ചെയ്യുക? അങ്ങനെയാണെങ്കിൽ ഓംസ് ലോയുടെ ഇക്വേഷനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓംസ് ലോയുടെ ഇക്വേഷൻ എന്താ? വോൾട്ടേജും കറണ്ടും എന്താണ്? പ്രൊപ്പോർഷണൽ ആണ് അല്ലെ? വി പ്രൊപ്പോർഷണൽ ടു ഐ. നിങ്ങൾ പറ, ഈ വി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് പറയുന്നത് എ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബി ഫോമിലാണോ, എ പ്രൊപ്പോർഷണൽ ടു ബി ഫോമിലാണോ? എ പ്രൊപ്പോർഷണൽ ടു ബി ഫോമിലല്ലേ? എ പ്രൊപ്പോർഷണൽ ടു ബി ഫോമിലാണോ ഈ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്ന് വെച്ചാൽ ലീനിയർ ആയിരിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുവാണ് ഓംസ് ലോയുടെ ഗ്രാഫ് ലീനിയർ. ഓക്കെ, തീർന്നു. അങ്ങനെയാണെങ്കിൽ ഓംസ് ലോയുടെ ഗ്രാഫ് ചോദിച്ചാൽ നിങ്ങൾ എഴുതും. പക്ഷെ വേറെ ഏതെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അല്പം ഒന്ന് ചിന്തിക്കും. അപ്പൊ എക്സാമിന് ഓംസ് ലോ തന്നെ ചോദിക്കണം നിർബന്ധമില്ല, എന്തുവാണെങ്കിലും ചോദിക്കാം. അപ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ പഠിക്കുക. രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഗ്രാഫിക്കിനായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫിക്കിനായിരിക്കും. ഓക്കെ അല്ലേ? യെസ്, തീർന്നത്രേ ഉള്ളൂ. അപ്പൊ ഏതാ ആൻസർ? ഏതാ? ഇനി പറ. ലീനിയർ ആണ്. ഹൈപ്പർബോള അല്ല, പരാബോള അല്ല, സൈൻ ഫംഗ്ഷൻ അല്ല. സൈനൊക്കെ ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? യെസ്. അടുത്ത് കൂളംബ് ഈസ് ദ യൂണിറ്റ് ഓഫ്. കൂളംബ് എന്തിന്റെ യൂണിറ്റ്? പവറിന്റെ യൂണിറ്റ് ആണോ? ക്വാണ്ടിറ്റി ഓഫ് ഫ്ലക്സ് ആണോ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണോ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ട് ആണ് അല്ലെ? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് ആണ് കൂളംബ്. യെസ്. അടുത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് വയേഴ്സ് ഹാസ് ദ ഗ്രേറ്റസ്റ്റ് ക്രോസ് സെക്ഷൻ ഏരിയ? ഞാൻ നിങ്ങളെ പഠിപ്പിച്ചപ്പോഴത്തേക്കും വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് പ്രത്യേകം പഠിപ്പിച്ചതാണ്. ഞാൻ പഠിപ്പിച്ച സ്ലൈഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ. ഇതാണ് SWG നമ്പറിനെ കുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ്. SWG നമ്പർ കൂടുതലാണെങ്കിൽ, വലുതാണ് എങ്കിൽ വയറിന്റെ ഡയമീറ്റർ എന്തായിരിക്കും? ചെറുതായിരിക്കും. ഇനി SWG നമ്പർ കുറവാണ് എങ്കിൽ വയറിന്റെ ഡയമീറ്റർ വലുതായിരിക്കും. നിങ്ങൾ ഈ 2 പോയിന്റ് ഒന്നുകൂടെ വായിച്ച് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. SWG നമ്പർ കൂടുതലാണെങ്കിൽ വയറിന്റെ ഡയമീറ്റർ എന്തായിരിക്കും? കുറവായിരിക്കും. SWG നമ്പർ കൂടുതലാണെങ്കിൽ വയറിന്റെ ഡയമീറ്റർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോറി, SWG നമ്പർ കുറവാണെങ്കിൽ വയറിന്റെ ഡയമീറ്റർ കൂടുതലായിരിക്കും. ഞാൻ പറയുന്നത് തിരിഞ്ഞു പോയോ? ഇനി SWG നമ്പർ കൂടുതലാണെങ്കിൽ വയറിന്റെ ഡയമീറ്റർ കുറവായിരിക്കും. ഇനി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തേ. ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞേ. ഞാൻ പറയുന്നത് കേൾക്കരുത്, നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ പറയണം. വിച്ച് ഓഫ് ദി ഫോളോയിങ് വയേഴ്സ് ഹാസ് ദ ഗ്രേറ്റസ്റ്റ് ക്രോസ് സെക്ഷൻ ഏരിയ? കൂടുതൽ ക്രോസ് സെക്ഷൻ ഏരിയ ഉള്ളതാണ്. കൂടുതൽ ക്രോസ് സെക്ഷൻ ഏരിയ ഉള്ളതെന്ന് വെച്ചാൽ കൂടുതൽ ഡയമീറ്റർ ഉള്ളതാണ്. ഡയമീറ്റർ കൂടണമെങ്കിൽ SWG നമ്പർ കുറയണം. അപ്പൊ തന്നിട്ടുള്ളതിൽ ഏതിനാണ് SWG നമ്പർ കുറവെന്ന് നോക്കിയാൽ മതി. അത് 8 ആണ് അല്ലെ? 8, 20, 35 ഭാഗമല്ലേ? ഏറ്റവും കുറവ് ഏതാ? 8. അപ്പോ SWG നമ്പർ കുറവെന്ന് വെച്ചാൽ ഡയമീറ്റർ കൂടുതൽ, ഏരിയ കൂടുതൽ. സെറ്റ് അല്ലേ? യെസ്. ഇനി എ മെറ്റാലിക് ഷീറ്റ് ഈസ് പ്രൊവൈഡഡ് ഓവർ ദി ഇൻസുലേഷൻ ടു പ്രൊട്ടക്ട് ദി കേബിൾ എന്നായിരിക്കുന്നത്. ഓക്കെ, ഇത് എന്റെ മിസ്റ്റേക്ക് അല്ല, PSCയുടെ മിസ്റ്റേക്ക്. ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്ത ക്വസ്റ്റൻ ആണ്. അപ്പൊ കേബിൾ ആട്ടോ വരേണ്ടത്, അതിനെ ഏബിൾ എന്നായിപ്പോയി. ഓക്കെ, യെസ്. അപ്പൊ എ മെറ്റാലിക് ഷീറ്റ് ഈസ് പ്രൊവൈഡഡ് ഓവർ ദി ഇൻസുലേഷൻ ടു പ്രൊട്ടക്ട് ദി കേബിൾ ഫ്രം. കേബിളില് മെറ്റാലിക് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഉപയോഗം എന്താണ്? അതും ഞാൻ നിങ്ങളെ ക്ലാസ്സിൽ പഠിപ്പിച്ച സ്ലൈഡ് തന്നെ കാണിച്ചു തരാം. ഞാൻ കേബിളിന്റെ നമ്മുടെ സാധാരണ ഒരു അണ്ടർഗ്രൗണ്ട് കേബിളിന്റെ എല്ലാ പാർട്ടും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചതാണ്. ഓരോ പാർട്ടിന്റെ യൂസ് നിങ്ങളെ പഠിപ്പിച്ചു. ഞാനൊരു കാര്യം നിങ്ങളോട് വീണ്ടും പറയട്ടെ, പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഒത്തിരി റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ എഴുതിയിരിക്കുന്ന ഒരു കേബിളിന്റെ 7 പാർട്ടും അതിന്റെ യൂസും എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത്ര ഇമ്പോർട്ടൻസ് ഉടനെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. ഓരോ പാർട്ടിനെ കുറിച്ച് അങ്ങനെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? മെറ്റാലിക് ഷീറ്റ് ആണ് അല്ലെ? അപ്പൊ മെറ്റാലിക് ഷീറ്റ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ അതിന്റെ ഫംഗ്ഷൻസ് ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് പ്രൊട്ടക്ട് ദി കേബിൾ ഫ്രം മോയ്സ്ചർ,
കെമിക്കൽസ്, ഗ്യാസസ്, ഡാമേജിങ് ലിക്വിഡ് ഇൻ സോളിഡ്സ് ആൻഡ് അറ്റ്മോസ്ഫിയർ. ഞാൻ അപ്പോൾ പഠിപ്പിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞു ഓർമ്മയുണ്ടോ? ഏറ്റവും ഇമ്പോർട്ടന്റ് മോയിസ്ചർ എന്നുള്ള വാക്കാണ്. അപ്പോ ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇതിൽ ഏതെങ്കിലും ഒരു വാക്കുണ്ടോ നോക്കിയേ, ഉണ്ടോ? മെറ്റാലിക് ഷീറ്റ് ഈസ് പ്രൊവൈഡ് ഇൻസുലേഷൻ ടു കേബിൾ ഫ്രം, ഏതാണ്? മെക്കാനിക്കൽ ഇഞ്ചുറി, എർത്ത് ഫോൾട്ട്, കൊറോഷൻ, മോയിസ്ചർ. അല്ലേ? മോയിസ്ചർ. യെസ്, മോയിസ്ചർ ഇല്ലേ? അപ്പൊ ഇതാണ്. അപ്പൊ പല പല യൂസ് ഉണ്ടെങ്കിലും മെറ്റാലിക് ഷീറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂസ് എന്താണ്? മോയിസ്ചറിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഹാപ്പി അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ. യെസ്. അക്കോർഡിംഗ് ടു ഓംസ് ലോ ദ റിലേഷൻ ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ആൻഡ് കറണ്ട്, എവർഗ്രീൻ ക്ലാസിക് ക്വസ്റ്റ്യൻ. ഓംസ് ലോ അനുസരിച്ച് എന്താണ് ഇക്വേഷൻ? കറണ്ടിന്റെ ഇക്വേഷൻ എന്താ? അല്ലെങ്കിൽ നമുക്ക് ഓംസ് ലോയുടെ ഇക്വേഷൻ എന്താ? വി ഇസ് ഈക്വൽ ടു ഐ ആർ അല്ലേ? ഇതിൽ നിന്നും ഐ ഇസ് ഈക്വൽ ടു എന്ത് വരും? വി ബൈ ആർ. ഇതിൽ ഏതെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കി. ഇനി ആറാണ് ചോദിച്ചിരിക്കുന്നത്, എന്ത് വരും? വി ബൈ ഐ. ഇതിൽ ഏതെങ്കിലും റിലേഷൻ ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കുക. ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ. ആർ ഇസ് ഈക്വൽ ടു ഐ ബൈ വി എന്നല്ലേ വന്നിരിക്കുന്നത്. നമുക്ക് ഇക്വേഷൻ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ആണ്, തെറ്റാണ്. ആർ ഇസ് ഈക്വൽ ടു വി ഐ, തെറ്റാണ്. വി ഇസ് ഈക്വൽ ടു ഐ ബൈ ആർ, തെറ്റാണ്. ഐ ആർ ആണ് വി ഇസ് ഈക്വൽ ടു. ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ, കറക്റ്റ് ആണ്. ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ. ഓംസ് ലോയുടെ ഇക്വേഷൻ ഡയറക്റ്റ് ചോദിച്ചിരിക്കും വന്നേ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓംസ് ലോ നമ്മൾ എന്തായാലും പഠിക്കും. വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ വരുന്നതാണ്. ഞാൻ ഇന്നത്തെ ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ് തന്നെ നിങ്ങളോട് പറഞ്ഞതല്ലേ, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള എന്താണ്? ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്നുള്ള ഇക്വേഷൻ ഇതാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള അതിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണിത്. റെസിസ്റ്റൻസും ഏരിയയും എന്ത് പ്രൊപ്പോർഷനിലാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. അപ്പൊ ഏതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏരിയയാണ്. ഓക്കെ അല്ലേ? ലെങ്തും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒരു കുഴപ്പമില്ലല്ലോ. യെസ്. ഇനി വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് സോളിഡ് കണ്ടക്ടേഴ്സ് കമ്പയർഡ് ടു സ്റ്റാൻഡേർഡ് കണ്ടക്ടേഴ്സ്? സോളിഡ് കണ്ടക്ടേഴ്സിന് സ്റ്റാൻഡേർഡ് കണ്ടക്ടേഴ്സിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ സോളിഡ് കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ സോളിഡ് വയേഴ്സ്, സ്റ്റാൻഡേർഡ് കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് വയേഴ്സ്. അപ്പൊ നമ്മുടെ ക്ലാസ് നിങ്ങൾ കാണാതെയാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് കേൾക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ് സോളിഡ് കണ്ടക്ടേഴ്സും സ്റ്റാൻഡേർഡ് വയേഴ്സും എന്താണെന്ന്. ഇതാണ് സ്റ്റാൻഡേർഡ് വയർ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വയറിംഗ് ഉപയോഗിക്കുന്ന വയർ കണ്ടിട്ടില്ലേ? നിങ്ങൾ ജസ്റ്റ് ഇൻസുലേഷൻ ബോൾസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നിലധികം ഒത്തിരി ചെറിയ ചെറിയ വയേഴ്സ് ചുറ്റിപ്പറഞ്ഞായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? സ്റ്റാൻഡേർഡ് വയേഴ്സ്. സോളിഡ് വയർ ആണെങ്കിൽ ആ ഇൻസുലേഷൻ്റെ അകത്ത് ഒറ്റ വയറേ ഉണ്ടാവുള്ളൂ, ഒറ്റ കമ്പി മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇതാണ് സോളിഡ് വയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ സ്റ്റാൻഡേർഡ് വയേഴ്സ് ഒത്തിരി വയേഴ്സ് ചുറ്റിപ്പണഞ്ഞ് വെച്ചിരിക്കുമ്പോഴത്തേക്കും അതിന്റെ ഫ്ലെക്സിബിലിറ്റി വളരെ കൂടുതലായിരിക്കും. ഇനി അതേസമയം സോളിഡ് വയർ ആണെങ്കിലോ ഒറ്റ കണ്ടക്ടർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഫ്ലെക്സിബിലിറ്റി വളരെ കുറവായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ചുരുട്ടാനും മടക്കാനും ഒക്കെ പാടായിരിക്കും. സോ സോളിഡ് വയറിന്റെ ഡിസഡ്വാൻറ്റേജ് ചോദിക്കുന്നത്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് സോളിഡ് കണ്ടക്ടേഴ്സ് ഫ്ലെക്സിബിലിറ്റി വളരെ കുറവായിരിക്കും, ലെസ് ഫ്ലെക്സിബിലിറ്റി. അതാണ് അതിന്റെ ആൻസർ കേട്ടോ. ഇനി വിച്ച് ടെസ്റ്റ് ഈസ് കണ്ടക്ടഡ് ടു ലൊക്കേറ്റ് ദി ഫോൾട്ട് ഇൻ യു ജി കേബിൾ? യു ജി കേബിൾ എന്ന് വെച്ചാൽ അണ്ടർഗ്രൗണ്ട് കേബിൾ ആണ്. മണ്ണിനടിയിലൂടെ കറണ്ട് കൊണ്ടുപോകുന്ന കേബിൾ ആണ് യു ജി കേബിൾ. അതിന്റെ സ്ട്രക്ചർ ആണ് തൊട്ട് മുമ്പ് ഞാൻ കാണിച്ചിരുന്നത്, കേബിൾസിൽ കാണിച്ചിരുന്നില്ലേ? ഇതാണ് യു ജി കേബിൾസ്. യു ജി കേബിൾസിന്റെ സ്ട്രക്ചർ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. ആ കേബിളിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതറിയാൻ വേണ്ടി നമ്മൾ പല പല ടെസ്റ്റുകൾ നടത്തും. അതിലുള്ള പ്രധാനപ്പെട്ട ടെസ്റ്റ് ആണ് നമ്മൾ എന്താ പറയുന്നത്? ഇതാ ഇവിടെ ഉണ്ടാവും, ലൂപ്പ് ടെസ്റ്റ് എന്ന് പറയും. എന്ത് ടെസ്റ്റ് പറയാ? ലൂപ്പ് ടെസ്റ്റ്. യെസ്. അപ്പൊ കേബിളിൽ ഉണ്ടാവുന്ന ഫോൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലൂപ്പ് ടെസ്റ്റ്. അതിനെ നമ്മൾ പൊതുവെ ലൂപ്പ് ടെസ്റ്റ് എന്നാണ് പറയാ. അതിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലൂപ്പ് ടെസ്റ്റ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫോൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലൂപ്പ് ടെസ്റ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ അതിന്റെ ഫോൾട്ട് കണ്ടുപിടിക്കാൻ ഏത് ടെസ്റ്റ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത് ലൂപ്പ് ടെസ്റ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് മാത്രം ചെയ്തു എന്നതുകൊണ്ട് നമുക്ക് ഈ KCB ഇലക്ട്രിസിറ്റി വർക്കർ പോലത്തെ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് ജോലിയിൽ കയറാൻ പറ്റുമോ എന്നുള്ളത്. അത് ഞാൻ പറയും, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നിങ്ങൾ പഠിച്ചിട്ട് പോവുക എന്ന് വെച്ചാൽ എക്സാം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ എന്നുള്ള ആൻസർ ആയിരിക്കും ഞാൻ പറയുക. കാരണം അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉള്ള എക്സാം ആണ്. ഒത്തിരി പേര് ഫുൾ 10 മൊഡ്യൂളും ഫുള്ള് പഠിച്ചിട്ട് പോയി എക്സാം എഴുതുന്നവരോടാണ് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് പോയി എന്താണ് കോമ്പറ്റീഷനിൽ ഇരിക്കുന്നതെന്ന് ആലോചിക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? മൊത്തം 10 മൊഡ്യൂളാണ് നിങ്ങൾക്കുള്ളത്. ഈ 10 മൊഡ്യൂളും വളരെ വൃത്തിയായിട്ട് പഠിക്കേണ്ടി വരും. ഓരോ മൊഡ്യൂളിൽ നിന്നും 10 മാർക്ക് വെച്ച് അങ്ങനെ മൊത്തം 10 മൊഡ്യൂളാണുള്ളത്. ഈ 10 മൊഡ്യൂളും
ഫുള്ള് പഠിച്ചിട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അപ്പോ നിങ്ങൾക്ക് എന്താ പറയാ, ഈ ഫുൾ 10 മൊഡ്യൂൾസും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന കംപ്ലീറ്റ് കോഴ്സ് നമ്മൾ സിഗ്നേച്ചർ ലേണിംഗിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ കോഴ്സ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി റെക്കോർഡ് ക്ലാസ് ആണ്, ലൈവ് ക്ലാസ് അല്ല, റെക്കോർഡ് ക്ലാസ് ആണ്. കാരണം നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ക്ലാസ് കാണാനും ഹൈ ക്വാളിറ്റി ക്ലാസ് പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയാണ്. റെക്കോർഡ് ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിനും ശേഷം 30 മിനിറ്റിന്റെ ഓരോ ക്ലാസ്സിനും ശേഷവും നിങ്ങൾക്ക് എന്തുണ്ടാവും, എക്സാം ഉണ്ടാവും. അതുപോലെ എന്ന് പറയുമ്പോൾ 30 മിനിറ്റിന്റെ ഒരു ക്ലാസ് കാണാം, ദെൻ ആ ഒരു ക്ലാസ്സിനെ ബേസ് ഉള്ള ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക, ഒരു 10 മാർക്കിന്റെ എക്സാം. അങ്ങനെ ഓരോ ക്ലാസ്സും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും, ഓരോ ആഴ്ചയും വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് സാധാരണഗതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് മൊത്തം എക്സാം ടൈം എന്ന് വെച്ചാൽ 90 മിനിറ്റ് ആണ്. 90 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോ നിങ്ങൾക്ക് അവിടെ നേരിടാൻ പോകുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയാമോ, ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. സമയം വളരെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നം നിങ്ങൾ അവിടെ ഫേസ് ചെയ്യും. അപ്പോൾ ആ പ്രശ്നവും നമ്മൾ കണ്ട് ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഫുൾ ലെങ്ത് 100 മാർക്കിന്റെ ഫുൾ ലെങ്ത് മോക്ക് എക്സാം നമ്മുടെ കോഴ്സിൽ നിങ്ങളോട് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്താണ്, ഒറിജിനൽ PSC എക്സാം എങ്ങനെയാണോ നടക്കുന്നത് അതേ പാറ്റേണിൽ അതേ ഡിഫിക്കൽട്ടി ലെവലിലായിരിക്കും നിങ്ങൾക്ക് നമ്മൾ എക്സാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിഫിക്കൽട്ടി കൂട്ടത്തുമില്ല, ഒറിജിനൽ PSC എക്സാമിൽ ഡിഫിക്കൽട്ടി കുറയ്ക്കത്തില്ല. കാരണം ടൈം വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഫുൾ ലെങ്ത് ഗ്രാൻഡ് ടെസ്റ്റ് എടുത്തുണ്ടാവും. ഓരോ മൊഡ്യൂളിലും നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കാൽക്കുലേഷനിലും ന്യൂമറിക്കൽ സ്കില്ലിലും ഒക്കെ പ്രശ്നമുള്ളവർക്ക് വേണ്ടി ബേസിക് ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുള്ള ഫുൾ സെറ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആപ്പിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. ജസ്റ്റ് ആപ്പിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ആപ്പിൽ ലോഗിൻ ചെയ്തിട്ട് നമ്മുടെ ഡെമോ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ആ ഡെമോ ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി. ആപ്പിൽ നിന്ന് ഡയറക്റ്റ് കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതർവൈസ് നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി. ഓക്കെ അല്ലേ? ഇത്രയും ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ആപ്പിൽ എങ്ങനെയാണ് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്തതെന്ന് കൂടെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം കേട്ടോ. യെസ്, അപ്പോ ഞാനിത് കാണിക്കുന്നതെന്ന് വെച്ചാല്, നിങ്ങൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട് എങ്കിൽ വളരെ കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സ്യൂട്ടബിൾ ആണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ജോയിൻ ചെയ്യുക. അതിനു വേണ്ടിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ ഇതാണ്. നമ്മുടെ കണ്ടന്റ് എന്നുള്ള സെക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കോഴ്സിലെ ക്ലാസ്സസ് ഫോൾഡർ വൈസ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് ഈ സെപ്റ്റംബർ 30-ാം തീയതിയാണ് എക്സാം നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ നമ്മള് ഒരു ഓഗസ്റ്റ് 30-ന് മുമ്പ് തന്നെ, ഓഗസ്റ്റ് 30-ഓടെ കോഴ്സ് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോ 4ാമത്തെ മൊഡ്യൂളിന്റെ ക്ലാസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പോ ആദ്യത്തെ 3 മൊഡ്യൂൾസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 4ാമത്തെ മൊഡ്യൂളിന്റെ ക്ലാസ് ആണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് ഒരു മാസം നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫുൾ സിലബസും കംപ്ലീറ്റ് ചെയ്തിട്ട് റിവിഷന് വേണ്ടി, റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരു മാസം നിങ്ങൾക്ക് എന്തായാലും തരണം. അതുകൊണ്ട് ഓഗസ്റ്റ് 30-ന് മുമ്പ്, കൃത്യം ഒരു മാസത്തേക്ക് മുമ്പ് നമ്മൾ ക്ലാസ് ഫിനിഷ് ചെയ്യുന്നുണ്ടാവും. അപ്പോ നമ്മുടെ കോഴ്സിന്റെ ഒരു സ്ട്രക്ചർ ഇതാണ്. നമുക്ക് ക്ലാസ്സിൽ ഓരോ മൊഡ്യൂളിലും നിങ്ങൾക്ക് കൃത്യമായ വീഡിയോ ക്ലാസ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ ഇതാണ്. ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഓരോ എക്സാംസ് ഉണ്ടാവും. ഓരോ ക്ലാസ് ഓരോ എക്സാം, ആ പാറ്റേണിലായിരിക്കും നിങ്ങൾക്ക് പോവുക കേട്ടോ, ക്ലാസ്സസ് പോവുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ഉപയോഗിക്കുന്ന ക്ലാസ് നോട്ട്സ് ഒരു ഫോൾഡർ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ കൈകൊണ്ട് എഴുതിയ ഹാൻഡ് റിട്ടൺ നോട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ അത് രണ്ടും കണ്ടന്റ് സെയിം ആയിരിക്കും. ക്ലാസ് നോട്ടിന്റെയും ഹാൻഡ് റിട്ടൺ നോട്ടിന്റെയും കണ്ടന്റ് സെയിം ആയിരിക്കും. ഒരേ സാധനം തന്നെയാണ്, ഒന്നും മാറ്റം ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ഏത് ഉപയോഗിച്ചാണോ പഠിക്കാൻ കൺവീനിയന്റ് ആയിട്ടുള്ളത് അത് ഉപയോഗിച്ച് പഠിക്കുക. കാരണം നിങ്ങൾക്ക് പഠിക്കാനുള്ള മാക്സിമം പോസിബിലിറ്റീസ് തരിക. ഇപ്പൊ കൈകൊണ്ട് എഴുതിയ നോട്ട് വായിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് പഠിക്കുക, അല്ലാതെ പ്രിന്റഡ് നോട്ട് പഠിക്കണം എന്നുള്ളവർക്ക് അത് പഠിക്കുക. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാൽക്കുലേഷനിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി നമ്മൾ ബേസിക് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കാൽക്കുലേഷനിലെ കാരണം ഒത്തിരി പ്രോബ്ലംസ് നമുക്ക് വരുന്നുണ്ടല്ലോ, ന്യൂമറിക്കൽ പ്രോബ്ലംസ്. അപ്പൊ പലർക്കും ഡെസിമൽ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുക, അതുപോലെ പവേഴ്സ് ഹാൻഡിൽ ചെയ്യുക, 10⁻12 10⁻−19 ഒക്കെ ഇല്ലേ, അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ കാൽക്കുലേഷൻ ട്രിക്സ് നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ലെങ്ത് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ വീക്ക്ലി ടെസ്റ്റും ഗ്രാൻഡ് ടെസ്റ്റും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇനി ഒരു 3 മാസമാണ് നിങ്ങൾക്ക് എക്സാമിന് അവൈലബിൾ ആയിട്ടുള്ളത്.
ഈ ഒരു 3 മാസം നിങ്ങൾ ഇതിനു വേണ്ടി വളരെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് എങ്കിൽ പഠിക്കാനുള്ള ഫുൾ മെറ്റീരിയൽസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. അപ്പൊ എന്താ അടുത്ത ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്നുള്ളതാണ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻസുലേഷൻ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഇതാണ്, മെഗാ ഓം ആണ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് മെഗാ ഓം ആണ്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമല്ലേ. യെസ്. ഇനി വിച്ച് ഈസ് ദ സെമി കണ്ടക്ടർ മെറ്റീരിയൽ. നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്ന് പറയുന്നത് അത് സിലിക്കണും ജെർമേനിയം ആണ്. ഓക്കെ, അതായത് പീരിയോഡിക് ടേബിളിലെ 14ാമത്തെ ഗ്രൂപ്പിലെ 14th ഗ്രൂപ്പിലെ എലമെന്റ്സ് ആണ് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാ? സിലിക്കണും ജെർമേനിയം ആണ്. പിന്നെന്താണ്? വാട്ട് ഈസ് ദ ചേഞ്ച് ഓഫ് റെസിസ്റ്റൻസ് വാല്യൂ ഓഫ് കണ്ടക്ടർ as its diameter doubled. വീണ്ടും നേരത്തെ സെയിം ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞില്ലേ R is equal to റോയൽ ബൈ എന്തോരം ഇമ്പോർട്ടന്റ് ആണെന്ന്. നമുക്ക് വാട്ട് ഈസ് ദ ചേഞ്ച് ഓഫ് റെസിസ്റ്റൻസ് വാല്യൂ കണ്ടക്ടർ as its diameter doubled. ഡയമീറ്റർ ഡബിൾ ആയി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ത് സംഭവിക്കുന്നതാണ്. ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ പകർത്തി എഴുതുവാണ്. ഞാൻ വീണ്ടും അതേ കാര്യം റിപ്പീറ്റ് ചെയ്യുന്നില്ല. റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ ഓഫ് സ്ക്വയർ. ഇതെങ്ങനെ വന്നു എന്ന് അറിയണമെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ പോയി ഒന്നുകൂടി കണ്ടു നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഡയമീറ്റർ ഡബിൾ ആക്കിയെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഡയമീറ്റർ ഡി എന്നുള്ളത് 2D ആക്കി മാറ്റി, ഡയമീറ്റർ ഡബിൾ ആക്കി മാറ്റി. അപ്പൊ റെസിസ്റ്റൻസ് എന്ത് സംഭവിക്കുന്നതാണ് നമുക്കൊന്ന് നോക്കാം. റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു 1/d² അല്ലേ, പക്ഷെ ഡി എന്തായിട്ട് മാറ്റി? 2D ആക്കി മാറ്റി, 1/2d². ശരിയല്ലേ? അപ്പൊ റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/2ന്റെ സ്ക്വയർ എത്രയാ? 4d² എന്ന് വെച്ചാൽ 4². അപ്പൊ ഇവിടെ നമുക്ക് ഡയമീറ്റർ ഡബിൾ ആക്കിയപ്പോ റെസിസ്റ്റൻസ് എത്ര മടങ്ങ് മാറി? 4 ടൈംസ്. പക്ഷെ ഡയമീറ്റർ ഡബിൾ ആക്കിയപ്പോൾ റെസിസ്റ്റൻസ് കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വന്നിട്ടുള്ളത്. അപ്പോ ഡയമീറ്റർ ഡബിൾ ആക്കിയപ്പോൾ റെസിസ്റ്റൻസ് 4 ടൈംസ് കുറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ എന്ത് വരും? ഡിക്രീസസ് 4 ടൈംസ് എന്നായിരിക്കും വരിക. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് സ്പോട്ട് ചെയ്തേ. ഡിക്രീസസ് 4 ടൈംസ്. യെസ് ഉണ്ടല്ലോ, ഓപ്ഷൻ 2 ഡിക്രീസസ് 4 ടൈംസ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ, ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്ത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ നിങ്ങൾ കേപ്പബിൾ ആയിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ആണ്. ചാർജിന്റെ ഫോർമുല എന്തെന്നുള്ളതാണ്. കറണ്ടിന്റെ ടേമിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം കറണ്ട് എന്ന് വെച്ചാൽ, ഇലക്ട്രിക് കറണ്ട് എന്ന് വെച്ചാൽ ചാർജ് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ ചാർജ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? കറണ്ട് ഇൻറ്റു ടൈം. ആർക്കാ സംശയം? ചാർജ് ഇസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ടൈം ആയിരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അവർ തന്നിരിക്കുകയാണ്. കണ്ടല്ലേ? യെസ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ ഇതാണ്, ആർ ഇസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ഇതാണ് ഇക്വേഷൻ. വീണ്ടും ആ ഇക്വേഷൻ ഇന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ആൻസർ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനിയിപ്പോ ഇൻ കേസ് നിങ്ങൾ എക്സാം ഹോളിൽ വെച്ച് മറന്നുപോയി, പെട്ടെന്ന് കിട്ടുന്നില്ല, ഓം മീറ്ററും ഓം പെർ സെന്റിമീറ്ററും ഓം പെർ മീറ്ററും ഒക്കെ തന്നിരിക്കുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ ആയി. ഓക്കെ അല്ലേ? അങ്ങനെ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ഈ ഇക്വേഷൻ ഇട്ട് ചെയ്യാ. അതുകൊണ്ട് ഞാൻ അതൊന്ന് പറഞ്ഞുതരാം, എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ, ഒരു യൂണിറ്റ് പെട്ടെന്ന് കിട്ടുന്നില്ല എങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്. കാരണം ഒത്തിരി യൂണിറ്റ്സ് ചോദിക്കേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 8-10 ക്വസ്റ്റ്യൻ യൂണിറ്റ്സിനെ ബേസ് ചെയ്തായിരിക്കും. ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴ്സിന്റെ പാർട്ടായിട്ട് ലാസ്റ്റ് റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ഈ 10 മൊഡ്യൂളിലും പഠിച്ച എല്ലാ കാര്യങ്ങളുടെയും യൂണിറ്റ്സ് മാത്രം ബേസ് ചെയ്ത് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 10 മൊഡ്യൂൾസ്, 10 മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എല്ലാ യൂണിറ്റുകളെയും മാത്രം എടുത്ത് വെച്ച് നിങ്ങൾക്ക് ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 10 മൊഡ്യൂളും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ആ ക്ലാസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. കാരണം 10 മൊഡ്യൂളിലും പഠിച്ച എല്ലാ യൂണിറ്റുകളെയും മാത്രം സോർട്ട് ഔട്ട് ചെയ്തൊരു ക്ലാസ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നോക്ക്, റെസിസ്റ്റൻസ് ആർ ഇസ് ഇക്വൽ ടു റോ എൽ ബൈ എ ആണ്. എങ്ങനെയാണ് ആ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത് നോക്കാം. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തിന്റെ യൂണിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്? അത് ഈക്വൽ ടു എന്നുള്ള ഫോമിൽ നമ്മൾ ഇക്വേഷനെ ഫോർമുലേറ്റ് ചെയ്യാം. റോ ഇസ് ഈക്വൽ ടു എന്ത് വരും? ആർ എ ബൈ എൽ വരും. ഇനി ഓരോന്നിനും യൂണിറ്റ് അങ്ങോട്ട് കൊടുത്താൽ മതി. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? ഓം. ഏരിയയുടെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ. ഡിവൈഡ് ബൈ ലെങ്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ഒരു മീറ്ററും മീറ്റർ സ്ക്വയറിൽ ഒരു മീറ്ററും കട്ടായി പോകും. എന്തുകൊണ്ടാ? മീറ്റർ സ്ക്വയർ എന്ന് വെച്ചാൽ മീറ്റർ ഇൻറ്റു മീറ്റർ അല്ലേ? അതിൽ ഒരു മീറ്ററും താഴത്തെ ഒരു മീറ്ററും കട്ടായി പോകും. ബാക്കി എന്ത് വരും? ഓം മീറ്റർ എന്ന് കിട്ടും. കണ്ടല്ലേ? അതാണ് ഓപ്ഷൻ സി, ഓം മീറ്റർ. സെറ്റ് അല്ലേ? ഒരു പ്രശ്നമില്ലല്ലോ. യെസ്. അടുത്താണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഫോൾസ്. തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കണം.
ഏതാ മെറ്റൽസ് ആർ ഗുഡ് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ്. അത് ശരിയാണ്. ആരാ പറഞ്ഞ തെറ്റെന്ന്? ആരും പറഞ്ഞില്ലല്ലോ തെറ്റെന്ന്. അപ്പൊ ശരിയാണ്. ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ടെർമിനൽ. ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിലേക്കാണ്. ശരിയാണല്ലോ. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്, അപ്പോഴത്തേക്ക് നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിലോട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഒരു പ്രശ്നമില്ല, അതും ശരിയാണ്. അടുത്തെന്താ? കൺവെൻഷണൽ കറണ്ട് ഫ്ലോ ഈസ് അസ്യൂംഡ് as നെഗറ്റീവ് ടു പോസിറ്റീവ്. സാധാരണയായിട്ട് കൺവെൻഷണൽ കറണ്ട് ഫ്ലോ എന്ന് വെച്ചാൽ നെഗറ്റീവ് ടു പോസിറ്റീവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണോ? നെഗറ്റീവ് ടു പോസിറ്റീവ് അല്ല, കറണ്ടിന്റെ ഫ്ലോ പോസിറ്റീവ് ടു നെഗറ്റീവാ. നമ്മള് കൺവെൻഷനലി പരമ്പരാഗതമായിട്ട് കറണ്ടിന്റെ ഫ്ലോ എന്താണ് എടുത്തിട്ടുള്ളത്? പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവിലോട്ട് പോകുന്നു എന്നാണ് എടുത്തിട്ടുള്ളത്. നെഗറ്റീവ് ടു പോസിറ്റീവ് അല്ല, തെറ്റ്, പൊട്ടത്തെറ്റാണത്. അടുത്ത്, കോപ്പർ ഈസ് മോർ കണ്ടക്ടർ ആൻഡ് സിൽവർ. അല്ല 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 അല്ല, ഞാൻ കണ്ടക്ടിവിറ്റിയുടെ ഓർഡർ ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. കോപ്പർ ആണോ സിൽവർ ആണോ കണ്ടക്ടിവിറ്റി കൂടുതൽ എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് കുറവെന്ന് വെച്ചാൽ കണ്ടക്ടിവിറ്റി കൂടുതൽ. സിൽവറിനാണ് ലോവസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഏറ്റവും ഹയസ്റ്റ് കണ്ടക്ടിവിറ്റി സിൽവറിനാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോപ്പറിനാണ് സിൽവറിനേക്കാളും റെസിസ്റ്റിവിറ്റി കണ്ടക്ടിവിറ്റി കൂടുതൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റ്. തിരിച്ചാണ് പറയേണ്ട, സിൽവർ ഈസ് മോർ കണ്ടക്ടിവിറ്റി ദാൻ കോപ്പർ. അപ്പൊ തെറ്റായിട്ടുള്ളത് 3ഉം 4ഉം ആണ്. അങ്ങനെ ഓപ്ഷൻ ഏതാ? ബി ആണ്. ഓക്കെ അല്ലേ? ഒരു പ്രശ്നമില്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. അടുത്ത ക്വസ്റ്റൻ എന്താ? ഇഫ് ഡാഷ് ഇലക്ട്രോൺ പെർ സെക്കൻഡ് പാസ് ത്രൂ എ കണ്ടക്ടർ ഹാവിംഗ് 1 ohm റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് 1 ohm എന്ന് പറഞ്ഞിട്ടുണ്ട്. വിത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 volt. 1 volt പൊട്ടൻഷ്യൽ ഡിഫറൻസ് കോസസ് 1 ആംപിയർ കറണ്ട് 1 ആംപിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കറണ്ട് I is equal to 1 ആംപിയർ. അപ്പൊ ക്വസ്റ്റൻ ഇതാണ്, ഒരു ഓം റെസിസ്റ്ററിലൂടെ, റെസിസ്റ്റർ ആണ് തന്നിട്ടുള്ളത്, ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് 1 ohm ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 volt ആണ്, അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് വെച്ചാൽ 1 ആംപിയർ ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ വളരെ ക്ലാസിക് ആയിട്ടുള്ള ഇക്വേഷൻ പറഞ്ഞുതരാം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമ്പർ ഓഫ് ഇലക്ട്രോൺസും പിന്നെ എന്താണ് ചാർജ് ഓഫ് ഇലക്ട്രോണും ടോട്ടൽ ചാർജ് തമ്മിലുള്ള റിലേഷൻ ഇതാണ്. ടോട്ടൽ ചാർജ് Q is equal to N into E ആണ്. ടോട്ടൽ ചാർജ് Q is equal to എന്താണ്? N into E ആണ്. +2 നമ്മൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞു പഠിക്കുന്നതാണ്. Q is equal to NE. അവിടെ N is equal to എന്ത് വരും അറിയാമോ? Q by E വരും. ചാർജ് ബൈ E. E എന്ന് വെച്ചാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. E എന്ന് വെച്ചാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. 1.6 into 10 raised to -19 ആണ്. അപ്പൊ ടോട്ടൽ ചാർജിനെ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് അറിയില്ലാത്ത റെസിസ്റ്റൻസും വോൾട്ടേജും കറണ്ടും എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് അറിയില്ലാത്തത് എന്താണ്? Q എത്രയാണെന്ന് അറിയില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടെ 1 ആംപിയർ കറണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കോസസ് 1 ആംപിയർ കറണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി കറണ്ട് 1 ആംപിയർ തരേണ്ട കാര്യമേ ഇല്ലായിരുന്നു, നമുക്ക് അല്ലാതെ തന്നെ കണ്ടുപിടിക്കാം. I is equal to V by R അല്ലേ? V is equal to IR ആണ്. V is equal to IR ആണ്. I is equal to എന്താണ്? V by R ആണ്. V എത്രയാ? 1 ആണ്. R എത്രയാ? 1. 1 by 1 1 ആംപിയർ എന്ന് തന്നെ കിട്ടും. മീൻസ് ഇവിടെ കറണ്ട് 1 ആംപിയർ തരേണ്ട കാര്യമേ ഇല്ലായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. യെസ്. അപ്പോ 1 ആംപിയർ കറണ്ട് എന്ന് വെച്ചാൽ 1 കൂളം പെർ സെക്കൻഡ് എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ 1 ആംപിയർ കറണ്ട് എന്ന് വെച്ചാൽ 1 സെക്കൻഡിൽ 1 കൂളം ചാർജ് ഫ്ലോ ചെയ്യുന്നതാണ് അർത്ഥം. ഒരു കണ്ടക്ടറിലൂടെ 1 സെക്കൻഡിൽ 1 കൂളം ചാർജ് ഫ്ലോ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അവിടുത്തെ കറണ്ട് 1 ആംപിയർ എന്ന് പറയും. അപ്പൊ ഇവിടെ 1 സെക്കൻഡിൽ എത്ര ഇലക്ട്രോൺ പാസ് ചെയ്യുന്നു ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ എത്ര കൂളം ചാർജാ ഫ്ലോ ചെയ്യുന്നത്? 1 കൂളം ചാർജ് ആണ്. അപ്പൊ നമുക്ക് ചാർജ് Q കിട്ടി, 1 കൂളമാണ്. അപ്പൊ Qന്റെ സ്ഥാനത്ത് 1 കൊടുത്തു. ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? 1.6 into 10 raised to -19 ആണ്. കാണാതെ പഠിച്ചു വെച്ചിരിക്കേണ്ട വാല്യൂ ആണ്. ഇത് നിങ്ങൾ ഡിവൈഡ് ചെയ്താൽ ആൻസർ കിട്ടും. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ ഇതാണ്. 6.24 into 10 raised to 18 ആയിരിക്കും കിട്ടുക. 6.24 into 10 raised to 18 ആയിരിക്കും കിട്ടുക. ഓക്കെ അല്ലേ? അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ 1. അപ്പൊ ഇവിടെ ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ ആണ് തറവാക്കി വെക്കേണ്ടത്. ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നതോടെ നിങ്ങൾ ഫുൾ സെറ്റ്. ഓക്കെ അല്ലേ? അടുത്ത്, ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കോപ്പർ. ഒരു ക്ലാസിക് ക്വസ്റ്റൻ ആണ് കേട്ടോ. കോപ്പറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പോ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി പറഞ്ഞപ്പോഴത്തേക്കും ഓരോ ഷെല്ലിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്ന് പറഞ്ഞതാണ്. ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിൽ എടുത്ത സ്ലൈഡിലുള്ളതാണ് ഇത്. അപ്പൊ ജസ്റ്റ് ഇത്രയും കാര്യം അറിഞ്ഞാൽ മതി. കോപ്പറിന്റെ അറ്റോമിക് നമ്പർ അറിഞ്ഞാൽ മതി. ഏതിന്റെയാണോ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ അറ്റോമിക് നമ്പർ അറിഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? കോപ്പറിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 29 ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും
എല്ലാ പീരിയോഡിക് ടേബിളിലെ എല്ലാ എലിമെന്റ്സിന്റെ അറ്റോമിക് നമ്പർ നിങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കണമെന്ന് ചോദിക്കും. വേണ്ട, എല്ലാം പഠിക്കണ്ട, കുറച്ച് എണ്ണം അറിഞ്ഞിരിക്കേണ്ടി വരും. നമ്മൾ പ്രധാനമായിട്ട് ഇലക്ട്രിസിറ്റിയിൽ ഉപയോഗിക്കുന്ന മെറ്റൽസിന്റെ എന്താണെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് അലുമിനിയം, കോപ്പർ, സിൽവർ, ഗോൾഡ്, ഇങ്ങനെയുള്ളതിന്റെ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അങ്ങനെ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പലതിന്റെയും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടി വരും കേട്ടോ. യെസ്, അപ്പോ കോപ്പറിന്റെ 29 ആണ്, അറ്റോമിക് നമ്പർ 29 ആണ്. അപ്പോൾ ഇലക്ട്രോണിന്റെ കോൺഫിഗറേഷൻ ആണ് ഞാൻ തന്നിരിക്കുന്നത്. അപ്പൊ കോപ്പറിന് മൊത്തം 29 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ. അതിൽ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഒന്നാമത്തെ ഷെല്ലിൽ കയറിയിരിക്കും. ബാക്കി 8 ഇലക്ട്രോൺ എൽ ഷെല്ലിലിരിക്കും. 8 × 2 = 10, മൊത്തം 29 എണ്ണം ഉണ്ട്. ഇനി ബാക്കി 18 എണ്ണം അടുത്ത് ഇരിക്കാനുണ്ടോ നോക്കാം നമുക്ക്. 18 എണ്ണം അടുത്തതിൽ കയറിയിരിക്കും, എം ഷെല്ലിലിരിക്കും. അപ്പൊ ഇത്രയായപ്പോ എത്രയായി, 18 × 2 = 20, 20 8 28. 28 ഇലക്ട്രോൺ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. മൊത്തം കോപ്പറിൽ 29 എണ്ണേ ഉള്ളൂ. അപ്പൊ 28 എണ്ണം നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി എൻ ഷെല്ല് മൊത്തം 32 ഇലക്ട്രോണിന് ഇരിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ എത്ര എണ്ണേ ഉള്ളൂ, ഇനി മൊത്തം 29 ഇലക്ട്രോണേ ഉള്ളൂ. അതിൽ 28 എണ്ണം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരെണ്ണേ ഉള്ളൂ, ഒരു ഇലക്ട്രോൺ മാത്രമേ എൻ ഷെല്ലിൽ ഇരിക്കത്തുള്ളൂ. ഓക്കെ അല്ലേ. അപ്പൊ 2 8 18 1 എന്നുള്ളതായിരിക്കും കോൺഫിഗറേഷൻ. ഉണ്ട് ഓപ്ഷനിൽ 2 8 18 1, 2 8 18 1. യെസ് ഉണ്ട്, ഇതാണ്. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊന്നും ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം ധാരണ ഉള്ള ഒരാള് ഇപ്പൊ ഞാൻ ചെയ്തതുപോലെ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്നും ചെയ്യാൻ നിൽക്കത്തില്ല. ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, കോപ്പറിന്റെ അറ്റോമിക് നമ്പർ 29 ആണെന്ന് അറിയാവുന്ന ആര് എന്ത് ചെയ്യും, ഇത് മൂന്നും കൂട്ടി നോക്കും. 29 കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. 8 × 2 = 10, 13, 13 ആയേ ഉള്ളൂ, പറ്റൂല. ഇത് മൂന്നും കൂട്ടി നോക്കും. 8 × 2 = 10, 1 11, പറ്റൂല. ഇത് കൂട്ടി നോക്കും. 8 × 2 = 10, 12, പറ്റൂല. ഇത് കൂട്ടി നോക്കും. അപ്പൊ എത്ര കിട്ടും, 29 കിട്ടും. ആൻസർ മാർക്കിന്റെ അടുത്തിലോട്ട് പോകും. പക്ഷെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തെറ്റിച്ച് 29 എല്ലാം കൂടെ കൂട്ടുമ്പോൾ 29 കിട്ടുന്ന രീതിയിലാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നതെങ്കിൽ ഞാൻ തൊട്ട് മുമ്പ് ചെയ്ത മെത്തേഡിൽ ചെയ്ത് നോക്കിയാലേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എല്ലാം നമുക്കൊരിക്കലും കൂട്ടി നോക്കിയിട്ടൊന്നും പറ്റത്തില്ല. യെസ്, അടുത്താണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽ ഈസ് ആൻ ഇൻസുലേറ്റർ. ഏതാണ് ഒരു ഇൻസുലേറ്റർ എന്നുള്ളതാണ്. യുറേക്ക ഇൻസുലേറ്റർ അല്ല, നിക്രോം ഇൻസുലേറ്റർ അല്ല, ലെഡ് ഇൻസുലേറ്റർ അല്ല. ഇൻസുലേറ്റർ എന്ന് പറയുന്നത് മൈക്കയാണ്. ഓക്കെ. ഇനി വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. താഴെ തന്നിരിക്കുന്ന ഏതാണ് ട്രൂ എന്നുള്ളതാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് വായിച്ചു നോക്കാം. ഓൺ മോൾട്ടൺ സോൾഡർ, അതായത് ഉരുകിയ സോൾഡറിൽ, സോൾഡറിംഗിൽ നിന്നാണ്, സോൾഡറിംഗ് ടെക്നിക്കിൽ നിന്നാണ്. ഓൺ മോൾട്ടൺ സോൾഡറിംഗ് ഡ്യൂ ടു റിപ്പീറ്റഡ് മെൽറ്റിംഗ് ലെഡ് കണ്ടന്റ് ഈസ് റെഡ്യൂസ്ഡ്. പലതവണ മെൽറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ലെഡ് കണ്ടന്റ് റെഡ്യൂസ് ചെയ്യുന്നതാണ്. തെറ്റാണ് ഈ സ്റ്റേറ്റ്മെന്റ്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ടിന്നാണ് ലെഡിനേക്കാൾ കൂടുതൽ സ്പീഡിൽ കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഓക്സിഡൈസ് ചെയ്യുന്നത്. അപ്പൊ ടിന്ന് കൂടുതൽ പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ടിന്നായിരിക്കും കൂടുതൽ നഷ്ടപ്പെടുക, ലെഡ് അല്ല റെഡ്യൂസ്ഡ് ആവുന്നത്. ഓക്കെ അല്ലേ. അപ്പോ അത് തെറ്റാണ്. ലെഡ് അല്ല, ടിന്നാണ് റെഡ്യൂസ്ഡ് ആവുന്നത്. അടുത്ത രണ്ടാമതാണ് ഓൺ മോൾട്ടൺ സോൾഡർ ഡ്യൂ ടു റിപ്പീറ്റഡ് മെൽറ്റിംഗ് ടിൻ കണ്ടന്റ് ഈസ് റെഡ്യൂസ്ഡ്. അത് ശരിയാണ്. ഓക്കെ. ഇനി അടുത്തത് എങ്ങനെ ചെയ്ത് നോക്കാം. ഡിപ്പ് സോൾഡറിംഗ് ഈസ് യൂസ്ഡ് ഫോർ ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ ആൻഡ് ഫോർ ട്യൂണിംഗ് വർക്ക്. ടിന്നിങ് വർക്ക്. ട്യൂണിംഗ് ഒക്കെ വരുന്നത് അവിടെ എ സിയിലല്ലേ, ഓൾട്ടർനേറ്റിംഗ് അല്ല. അപ്പോ ഡിപ്പ് സോൾഡറിംഗ് ഉപയോഗിക്കുന്നത് എന്തിനാണ്, ക്വാണ്ടിറ്റി പ്രൊഡക്ഷനിലും പിന്നെന്താണ് ടിന്നിങ് വർക്കിലുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ശരിയാണ് അല്ലെ. ഞാൻ നിങ്ങൾക്ക് സോൾഡറിംഗ് ടെക്നിക്കിന്റെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഡിപ്പ് സോൾഡറിംഗ് ഉപയോഗിക്കുന്നത് മാസ് പ്രൊഡക്ഷൻ ആണ്. മാസ് ആയിട്ട് ഒത്തിരി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഡിപ്പ് സോൾഡറിംഗ് ഉപയോഗിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ സോൾഡറിംഗിന്റെ ക്ലാസ് ഞാൻ എടുത്തത്. അതിനകത്ത് പറഞ്ഞിട്ടില്ലേ ഡിപ്പ് സോൾഡറിംഗ്, ഓരോ ടൈപ്പ് സോൾഡറിംഗിനെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചതാണ്. അതിനകത്ത് ഡിപ്പ് സോൾഡറിംഗിനകത്ത് പറഞ്ഞിട്ടുണ്ട് മാസ് പ്രൊഡക്ഷൻ വെച്ചാൽ ഒത്തിരി ക്വാണ്ടിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ അത് ശരിയാണ്. അടുത്തെന്താ, soldering of copper conductors is more difficult than soldering of aluminum conductors. തിരിച്ചാണ്, സോൾഡറിംഗ് ഓഫ് അലുമിനിയം കണ്ടക്ടർ ആണ് ഡിഫിക്കൽട്ട്, കോപ്പർ അല്പം കൂടെ എളുപ്പമാണ്. ഓക്കെ. അപ്പോൾ അലുമിനിയം ഈസ് മച്ച് ഡിഫിക്കൽട്ട് ടു കമ്പയർ ടു കോപ്പർ ആണ്. ഇപ്പോ 2 3 ഏതാണ് ട്രൂ എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. 2 3 ആണ് ട്രൂ. അപ്പൊ സി ആണ് കറക്റ്റ് കേട്ടാ. യെസ്. അടുത്ത് ദി നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ സിലിക്കൺ ആൻഡ് ജെർമേനിയം ആർ. സിലിക്കണും ജെർമേനിയും ഒക്കെ സെമി കണ്ടക്ടേഴ്സ് ആണ്. നേരത്തെ മുമ്പൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ സെമി കണ്ടക്ടർ എക്സാമ്പിള്. സിലിക്കണും ജെർമേനിയും ഒക്കെ സെമി കണ്ടക്ടേഴ്സ് ആണ്. സെമി കണ്ടക്ടർ 14ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ്. നമ്മൾ അതിന്റെ വാലൻസ് ഇലക്ട്രോൺസ് 4 ആണ് കേട്ടാ. സിലിക്കൺ ആണെങ്കിലും ജെർമേനിയം ആണെങ്കിലും 4 ആണ്. ഇപ്പൊ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടാവും, ഇതൊക്കെ എങ്ങനെ പഠിക്കാന്ന്. നിങ്ങൾ ഒരു കൺഫ്യൂഷൻ വേണ്ട. സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമുക്കൊരു ചാപ്റ്റർ, ഒരു മൊഡ്യൂൾ ഉണ്ട്. എന്ന് വെച്ചാൽ മൊഡ്യൂൾ ഫുള്ള് സെമി കണ്ടക്ടർ അല്ല,
ആ മൊഡ്യൂളിന്റെ പകുതി സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ അവിടെ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണത്. നമ്മൾ അവിടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂളിൽ സെമി കണ്ടക്ടറിനെ കുറിച്ച് ജസ്റ്റ് പറയുന്നതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ അല്ലേ? സിലിക്കണും ജർമ്മേനിയം സെമി കണ്ടക്ടേഴ്സ് ആണ്. സെമി കണ്ടക്ടറിന്റെ വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം 4 ഇപ്പൊ ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ സെമി കണ്ടക്ടർ റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടെമ്പറേച്ചർ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. അല്ലല്ല, ഒരു സെമി കണ്ടക്ടറിനെ സംബന്ധിച്ചോളം സെമി കണ്ടക്ടറിന്റെ വർക്കിംഗ് നിങ്ങൾ ഇപ്പൊ പഠിച്ചിട്ടില്ല, അടുത്ത് വരുന്ന മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ, നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോ സെമി കണ്ടക്ടറിന്റെ സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ അവിടെ കൂടുതൽ ഡീറ്റെയിൽ പറയും കേട്ടോ. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നുകൊണ്ട് ജസ്റ്റ് കേട്ടിരുന്നോ. സെമി കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കാം, ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. സെമി കണ്ടക്ടറിൽ കണ്ടക്ടിവിറ്റി കുറയാനുള്ള കാരണം ഫ്രീ ഇലക്ട്രോൺസ് കുറവായതുകൊണ്ടാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് കുറയും. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു. അതാണ് സെമി കണ്ടക്ടറിന്റെ പ്രത്യേകത. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് നോക്ക്. ഫസ്റ്റ് ടെമ്പറേച്ചർ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കുറയുന്നു എന്നാണ്. അല്ല, റെസിസ്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അല്ല, അത് മെറ്റൽസിന്റെ കേസിലാണ്. റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. യെസ്, അടുത്ത ക്വസ്റ്റൻ എന്താ, വിച്ച് ഈസ് പ്രൊവൈഡ് അബവ് മെറ്റാലിക് ഷീറ്റ് ഇൻ യു ജി കേബിൾസ്. അണ്ടർഗ്രൗണ്ട് കേബിളിൽ മെറ്റാലിക് ഷീറ്റിന് മുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണെന്ന് തന്നെ ചോദിച്ചിട്ടുള്ളത്. എന്താണ്, ബെഡിങ് ആണ് കേട്ടോ. മെറ്റാലിക് ഷീറ്റിന് മുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നത് ബെഡിങ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കേബിൾസിന്റെ സ്ട്രക്ചറിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. യെസ്, കേബിളിന്റെ സ്ട്രക്ചറുകളാണ്. ആൻഡ് ദ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ. ഞാൻ രണ്ട് കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, റെസിസ്റ്റൻസ് ഈക്വൽ ടു റോ എൽ ബൈ എ അല്ലേ. അപ്പൊ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലെങ്തിനെയും ഏരിയയും ആണ്. അതുപോലെ ടെമ്പറേച്ചറും നാച്ചർ ഓഫ് ദി മെറ്റീരിയൽ. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലെങ്ത്, ഏരിയ, ടെമ്പറേച്ചർ, നാച്ചർ ഓഫ് ദി മെറ്റീരിയൽ ആണ്. അതേസമയം സ്പെസിഫിക് റെസിസ്റ്റൻസ് അഥവാ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെമ്പറേച്ചറിനെയും നാച്ചർ ഓഫ് ദി മെറ്റീരിയലിനെ അഥവാ കൈൻഡ് ഓഫ് മെറ്റീരിയലിനെ മാത്രമാണ്, ലെങ്തിനെയും ഏരിയയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, റെസിസ്റ്റിവിറ്റി ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ റെസിസ്റ്റൻസും ലെങ്ത് ഏരിയ ഒക്കെ യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. യൂണിറ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞത്രേ ഉള്ളൂ. റെസിസ്റ്റിവിറ്റി എന്ന് വെച്ചാൽ യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയ ഉള്ള ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, റെസിസ്റ്റിവിറ്റി ലെങ്ത് ഏരിയ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്, ടെമ്പറേച്ചറിനെ, നാച്ചർ ഓഫ് ദി മെറ്റീരിയലിനാണ്. നാച്ചർ ഓഫ് ദി മെറ്റീരിയൽ കൈൻഡ് ഓഫ് മെറ്റീരിയൽ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ നമ്മൾ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അയച്ചു തരാം. കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയേണ്ട ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അയച്ചു തരാം. ഒപ്പം ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം വീണ്ടും പറയുകയാണ്, നമ്മുടെ കോഴ്സിൽ ഇപ്പൊ നമ്മുടെ കോഴ്സ് ആണെങ്കിലും ഒരു കോഴ്സ് ആണെങ്കിലും നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ക്ലാസ് എടുക്കരുതെന്ന് ഞാൻ എപ്പോഴും പറയുള്ളൂ നിങ്ങളോട്. കാരണം നിങ്ങൾ ക്ലാസിന്റെ ഡെമോ ക്ലാസ്സും ക്ലാസിന്റെ സ്ട്രക്ചറും എല്ലാം കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങളൊരു സ്റ്റഡി നടത്തുക. ആദ്യം നിങ്ങൾക്ക് ക്ലാസ് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഫോമിലാണോ നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്, നിങ്ങൾ കൃത്യമായ ഒരു സ്റ്റഡി നടത്തുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവുമല്ലോ. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഫുൾ ഡീറ്റെയിൽ അറിഞ്ഞതിന് ശേഷം മാത്രം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. താങ്ക് യു.